മറിയം ബീവിയെ വിളിച്ചാൽ ഷിർക്ക്, ഗൗസല നിങ്ങൾ വിളിച്ചാൽ സുന്നത്ത്, കന്യാമറിയമ്മയെ അനുഗ്രഹിക്കണമെന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത്. യാ ഗൗസ് യാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ ഇസ്ലാം സുന്നത്ത്. ഇതെന്തു ന്യായീകരണമാണ്? ചോദ്യം എങ്ങനെയാണ്? മറിയം ബീവിയെ വിളിക്കുന്നതിന് പാടില്ല. ഗൗസ് തങ്ങളെ വിളിക്കും. മറിയം ബീവിയാണോ വലുത്, ഗൗസ് തങ്ങളാണോ വലുത്? ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ മഹൽ വനിതയല്ലേ മറിയം റളിയല്ലാഹു അൻഹ. മാത്രല്ല മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു സൂറത്ത് ഖുർആനിലില്ലേ, സൂറത്തു നിസാഇ അഹ്ലുൽ ജന്ന, അനന്തകോടി സ്ത്രീകളിൽ ഏറ്റവും വലിയ നേതൃത്വം 4 പേരാണ്. ഒന്ന് മറിയം റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, ആസിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഓലെ വിളിക്കാൻ പറ്റൂല. വേറെ സംശയം, വമൻ യുനാദിസ്മി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി. കുത്തുബിയത്തിൽ പറഞ്ഞത് ഗൗസുൽ തങ്ങളെ 1000 വട്ടം വിളിക്കണം, ലൈറ്റ് ഓഫാക്കണം, എന്നെങ്കിലേ ഉത്തരം ചെയ്യൂ എന്നാണ്. നാം മൊഹിദ്ദിമാലെ പറയുന്നു, വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ സ്ഥിരം ചെയ്യും ഞാനൊന്നോവർ. ഒരു വട്ടം വിളി പൂർത്തിയാകണ്ട, അപ്പോഴേക്ക് ഉത്തരം ചെയ്യുന്നു മൊഹിദ്ദിമാലെ പറയാ. കുത്തുബിയത്തിലോ ഏറ്റവും ചുരുങ്ങിയത് 1000 വട്ടം വിളിക്കണമെങ്കിൽ. ഞാൻ അത്ഭുതപ്പെട്ടു സത്യത്തിൽ ഇതുപോലെ സംശയങ്ങൾ നന്നായി പഠിച്ചാൽ ഇതെല്ലാം ദൂരീകരിക്കാൻ കഴിയും. ആദ്യത്തെ സംശയം, മറിയം ബീവിനെ വിളിക്കാൻ പാടില്ല, ഗൗസുൽ നിങ്ങൾ വിളിക്കണം. ആരാണിത് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നത് 1982 കൊട്ടപ്പുറം വാദപ്രതിവാദം ഓർമ്മ വരികയാണ്. ആ വാദപ്രതിവാദം നടക്കാൻ തന്നെ പ്രധാന കാരണം 2. ഒന്ന് മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ. അതുവരെ വാദപ്രതിവാദ വേദികളിലെല്ലാം തിളങ്ങിയിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താരമായിരുന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്തായി. അന്ന് മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് രംഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിഴുങ്ങാന്ന് കരുതിയിട്ട് വാദപ്രതിവാദങ്ങളോട് ഇത്രയാണ് ക്ഷയിച്ച് വെച്ചെന്ന ഒന്ന്. മറ്റൊരു നല്ലൊരു മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻ കിട്ടണം എനിക്ക്, കന്യാമറിയമേ അനുഗ്രഹിക്കണേന്ന്. പറ്റുമോ പറ്റൂലെന്നാ 2 മറുപടിയുള്ള പറയാ. ഒന്ന് പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞാലോ സുന്നികളും ക്രിസ്ത്യാനികളും എന്ത് ബന്ധാണ്, എന്ത് വ്യത്യാസമുള്ളത്? ഒന്നായില്ലേ. പറ്റൂലെന്ന് വന്നാലോ ഇസ്തിഹാസ പറ്റൂലെന്നും വന്നില്ലേ. പിന്നെന്താ ഗൗസുൽ നിങ്ങൾ വിളിക്കണം, മറിയം ബീവിയെ വിളിക്കാൻ പറ്റാതെ? മാഷാ അല്ലാഹ്, ഈ ചോദ്യം ചോദിച്ചപ്പോൾ കന്യാമറിയമേ അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ പറ്റുമോ? സുൽത്താൻ കാന്തപുരം ഉസ്താദ് വളരെ തന്ത്രപൂർവ്വം വിഷയം കൈകാര്യം ചെയ്തു. വല്ലാഹി തുമ്മ വല്ലാഹി തുമ്മ വല്ലാഹി, അങ്ങനൊരു പേര് ഇസ്ലാമിലില്ല. അതായത് കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് തെളിയിക്കണം. അങ്ങനെ പേരെ പറയാൻ പാടില്ല. മറിച്ച് യാ വലിയത്തല്ലാഹി മറിയം റളിയല്ലാഹു അൻഹാ അഖിസ്നി എന്ന് പറയും പോലെ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് പറയുന്ന പോലെ മറിയം റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ വലിയത്താണ്, വലിയാത്തുകൾ എന്നുള്ള വലിയത്താണ് എന്ന ചിന്തയോടുകൂടെ വിളിച്ചാൽ കുഴപ്പമില്ല. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഓ മറിയം ബീവി വിളിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. വിളിക്കേണ്ട ഗൗസുൽ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഗൗസുൽ നിങ്ങൾ ഇലാഹാണെന്ന് കരുതി വിളിച്ചാൽ
ആ നിമിഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആർക്കും രണ്ടഭിപ്രായമില്ല. മറിച്ച് തങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാണ്, അള്ളാഹു ധാരാളം സ്നേഹിച്ചവരാണ്, അള്ളാഹുവിനെ സ്നേഹിച്ചവരാണ്, അള്ളാഹു പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന നിയ്യത്തോടുകൂടെയാണ് വിളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 1000 വട്ടം വിളിക്കണമെന്ന് കുത്തുബിയത്തിൽ പറഞ്ഞു. മുഹിദിമാലോ വായികൂടാ, വല്ല നീലത്തിനും എന്നെ വിളിപ്പൊർക്ക് വായികൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. വൈരുദ്ധ്യം വൈവിധ്യം രണ്ടുണ്ട്. ഇവിടെ ഇന്ന് ഈ വിനിതൻ വരാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച ഒരു ദർസ് ഒഴിവാക്കാറില്ല, ഒരു പരിപാടി ഏൽക്കാറില്ല. മഅദിൽ ബഹുജന ദർസ് നടക്കുന്നതാണ്. അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പക്ഷെ ഇന്ന് വന്നു എന്തേ? അത് ഈ പ്രദേശത്തുകാരും പ്രത്യേകിച്ച് നമ്മുടെ ഹാരിസ് വെറൈറ്റി ഹാപ്പി വെറൈറ്റി വളരെ അഭേദ്യമായ ഒരു ബന്ധം, ജുനൈദ്, ഷെയ്ഖ് മനാസിർ അവരെല്ലാം ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ വന്നു. ഡേറ്റ് 21-ാം തീയതി എഴുതി. അന്ന് സമയം നോക്കിയില്ല. അതെല്ലാവരുടെയും അവസ്ഥയാണ്. നിങ്ങൾ ഇവിടുത്തെ മന്ത്രിയെ ഒരു ബന്ധവുമില്ല, നിങ്ങൾ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് ആ പാർട്ടിയോട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മന്ത്രിയെ ചെന്നങ്ങ് വിളിച്ചാൽ നിങ്ങൾക്ക് മന്ത്രിയെ കിട്ടുമോ? മന്ത്രി ശമ്പളം വാങ്ങുന്നത് നിങ്ങൾ കൊടുത്ത ടാക്സ് അല്ലേ? മന്ത്രി യാത്ര ചെയ്യുന്ന കാറ് നിങ്ങൾ കൊടുത്ത ടാക്സ് കൊണ്ടല്ലേ? മന്ത്രി കഴിക്കുന്ന ഭക്ഷണം എല്ലാം സത്യപ്രതിജ്ഞയിൽ എനിക്കെല്ലാവരും ഒരുപോലെയാണെന്നെല്ലാം പറഞ്ഞു. അതേ സ്ഥാനത്ത് പണ്ട് കാലത്തെ മന്ത്രിയെ കുട്ടിക്കാലങ്ങളിലെ വളർത്തിയ, മന്ത്രിയെ കുട്ടിക്കാലങ്ങളിലെ കൂടെ നിന്ന് സഹായിച്ച ഏതോ ഒരു പച്ചപ്പാവം നിരന്തരം മന്ത്രിയായിട്ട് ബന്ധമുണ്ട്. ആ ഫോണെന്ന് മന്ത്രിക്ക് ഫോൺ ചെയ്ത് നോക്കട്ടെ. മന്ത്രി അപ്പ ഫോൺ എടുക്കും. അദ്ദേഹം വിളിച്ചാൽ പെട്ടെന്ന് മന്ത്രി പോകും. അദ്ദേഹം പറഞ്ഞ കാര്യം മന്ത്രി പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കും. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദി വൽ ഖുറബ് ഫൽയുക്സിരി ദുആ ഫിർറാഖാ. ആപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആപൽഘട്ടങ്ങൾ ദുആ ചെയ്യൂ എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങളുടെ യുവത്വത്തിൽ, നിങ്ങളുടെ ഐശ്വര്യത്തിൽ, നിങ്ങളുടെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ സ്ഥിരമായി ദുആ ചെയ്യൂ എന്ന വിഷമത്തിൽ നിങ്ങൾ ദ്വാരക്ക വിളിക്കാൻ നിൽക്കണ്ട. അപ്പം തന്നെ വന്നിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങളങ്ങനല്ലേ? നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ സമയത്തും നിങ്ങളെ കൂടെ നിന്ന ഒരാൾ വലിയ പ്രയാസത്തിൽ പെട്ടു എന്നറിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പഴയ സെക്രട്ടറി റഹിമാജി അല്ലേ? ഇപ്പോൾ ഇവിടെ സസിലുണ്ടോ? എല്ലാവരും കൊണ്ടുവന്നു, എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ. എന്തേ കാരണം? കാരണം അദ്ദേഹം 10, 15, 10, 20 കൊല്ലത്തോളം
ഈ മഹല്ലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സർവസ്വം ചെയ്ത വ്യക്തിത്വമാണ്. റബ്ബനി ഷിഫയാക്കണേ അല്ലാഹ്. അപ്പം അദ്ദേഹത്തിന് പ്രയാസം വരുമ്പോൾ, വിഷമം വരുമ്പോൾ മനസ്സാക്ഷിയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തെ ഇവിടുത്തെ പ്രസിഡൻറ്റും ഇവിടുത്തെ സെക്രട്ടറിയും ഹാരിസും എല്ലാം കൂടിയാണ് വന്നത്. പെട്ടെന്ന് വന്ന് വാതിലെ മുട്ടി പെട്ടെന്ന് അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് ദുആ ചെയ്ത് കൊടുത്തു വിട്ടു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുജി സദാസമയത്തും റോസാപ്പൂ കൊണ്ടു നടക്കും. എന്തിനാ നെഹ്റുജി റോസാപ്പൂ കൊണ്ടു നടന്നത്? പഠിച്ചിട്ടുണ്ടോ? പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുജിയെ കാണാൻ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വരാറുണ്ട്. വലിയ വലിയ ഗിഫ്റ്റുമായിട്ട് വരാറുണ്ട്. എന്നാൽ വളരെ പാവപ്പെട്ടൊരു ഗ്രാമീണ വനിത, ആ വനിതക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, കൈവശമൊന്നുമില്ല, വീട്ടിൽ വെറും ഒരു റോസാപ്പൂ മാത്രമാണ്. അതുമായിട്ട് ഒരു സെക്യൂരിറ്റി ആണെങ്കിലോ സമ്മതിക്കൂല. നിങ്ങൾക്ക് കാണിച്ച ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. കുറേ കാലങ്ങൾ തുടർന്നു. ഒരു പ്രാവശ്യം ആ റോസാപ്പൂവുമായി വന്ന ഗ്രാമീണ വനിതയെ സമ്മതിക്കാതിരുന്നപ്പോൾ ആ വനിത പൊട്ടിത്തെറിച്ചു, വികാര വനിതയായി ബഹളം വെച്ചു, സെക്യൂരിറ്റിയുമായി വാഗ്വാദങ്ങളായി. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുജി കേട്ടു. എന്തേ വന്നോക്കിയപ്പോൾ സംഭവം ഇതാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയെ മനസ്സുവല്ലാതെ പിടിച്ചു കുലുക്കി. വളരെ പാവപ്പെട്ടൊരു വനിത, തരാനൊന്നുമില്ലാത്ത വനിത, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹോദരി എല്ലാ ദിവസവും വീട്ടിലുള്ള ഒരു റോസാപ്പൂ കൊണ്ടുവരാറുണ്ടെന്നറിഞ്ഞപ്പോൾ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീരുമാനമെടുത്തു, ആ ഓർമ്മക്ക് വേണ്ടി എല്ലാ ദിവസവും ആ റോസാപ്പൂ കൊണ്ട് നടക്കുക എന്നത്. അപ്പൊ നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴെങ്കിലും ചെയ്യുന്നൊരു സൽക്രമമല്ല, സ്ഥിരമായി ചെയ്യുന്ന സൽക്രമമാണ്. അത് നിഷേധിക്കാൻ ലോകത്തൊരു ബുദ്ധിക്കും കഴിയില്ല. ഇവിടെ പുഴ ഉണ്ടോ? പരിസരത്ത് പുഴയില്ലേ? ഏത് പുഴ? പമ്പയാർ പുഴ. ആ പുഴയുടെ ഓരത്ത് ഒരു തെങ്ങ്, ഒരു കർഷകൻ എല്ലാ ദിവസവും ഒരു ബക്കറ്റ് വെള്ളം പോയെന്ന് മുക്കിയിട്ടിങ്ങനെ രാവിലെ വൈകുന്നേരം ഒഴിക്കുന്നു. വേറെ കർഷകൻ ഒരു ദിവസം വന്നിട്ട് പുഴ വെള്ളം എല്ലാം കൂടി ഒരു 10-50 മോട്ടർ കൊണ്ടുവന്നിട്ട് തെങ്ങിനൊഴിക്കുന്നു. ഏത് തെങ്ങാ കായ്ക്കുക? ഒറ്റ ദിവസമാണ് ഒരു കർഷകൻ ഒഴിച്ചത്. എല്ലാ വെള്ളം എല്ലാം കൂടി പോയാൽ തെങ്ങിനെ ഒറ്റ ഒഴിച്ചിരിക്കുകയാണ്. വേറെ കർഷകനോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ ബക്കറ്റ് വെള്ളം, കൂടുതലൊന്നും ഉണ്ടാവില്ല, പോയെന്നൊരു ബക്കറ്റ് എടുക്കും, മുക്കി വയ്ക്കും, ഒരു ബക്ക വൈകുന്നേരം വന്നൊരു ബക്കറ്റ് വയ്ക്കും. ഏത് തെങ്ങാ കായ്ക്കുക? ഏതാ കായ്ക്കുക? എല്ലാ ഓരോ ബക്കറ്റ് വെള്ളം മറിയട്ടെ. അതാണ് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അന്നൊരു സിയാറത്ത്, അന്നൊരു കുത്തുബിയത്ത്, അന്ന് കുത്തുബിയത്തോടൊരു കുത്തുബിയത്ത്, അന്ന് റാത്തീബോടെ റാത്തീബ്. ഇതല്ല അല്ലാഹു തആലക്ക് ഇഷ്ടം. എല്ലാ ദിവസവും തെങ്ങിനോരോ ബക്കറ്റ് വെള്ളം ഒഴിക്കുന്ന പോലെ നിങ്ങളെല്ലാ ദിവസവും സിയാറത്ത് പതിവാക്കുന്നു, നിങ്ങളെല്ലാ ദിവസവും ദിക്ർ സ്വലാത്ത് ചൊല്ലുന്നു, തീർച്ചയായും നിങ്ങൾ വിഷമിക്കുന്നിടത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വിനിതൻ വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് വലിയൊരു ബാഖിയാത്തു സ്വാലിഹത്തിലേക്ക് പോകാൻ തന്നെ കാരണം ആ കോളേജ് പടുത്തുയർത്തിയ സ്ഥാപിച്ച വലിയ മഹാനായ ധാരാളം കറാമാത്തുകളുടെ ഉടമയായ ശംസുൽ ഉലമാ
എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗിക ബഹുമതികളോടെ വിളിച്ച പേരാണ് ശംസുൽ ഉലമ ഷാഹ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ. മഹാനവറുകളെ സിയാറത്ത് ചെയ്യണമെന്ന് കരുതിയാണ് ബാക്കിയാത്തിൽ 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും മഹാനവറുടെ മസാറിൽ ചെല്ലും, ഫാത്തിഹ ഓതി ദുആ ചെയ്യും, സുബഹിക്ക് ശേഷം യാസീൻ ഓതും, ഇശാക്ക് ശേഷം യാസീൻ ഓതും. എല്ലാ വ്യാഴാഴ്ചയും അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിൻ്റെ മക്കാമിൽ പോകും. എല്ലാ വെള്ളിയാഴ്ചയും 4-5 കിലോമീറ്റർ നടന്ന് ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു മക്കാമിൽ ചെല്ലും. അങ്ങനെ സിയാറത്തുകൾ ധാരാളം. ഇന്ന് കാണുന്ന എന്തെല്ലാം മഅ്ദിനെന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനം 1997 ജൂൺ 6 തുടങ്ങുമ്പോൾ 1 സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ല, 1 ഇഞ്ച് പോലും സ്വന്തമായിട്ടില്ല, 1 രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ല. ഇന്ന് 250 ഏക്കർ ഭൂമിയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ 28,000 വിദ്യാർത്ഥികളാണ്, 48 സ്ഥാപനങ്ങളാണ്. ഈ വർഷം മുത്തഅല്ലിമീങ്ങൾ കണ്ണിന് കാഴ്ചയില്ലാത്തവർ മാത്രം 10 പേരാണ് JRF നെറ്റ് ക്വാളിഫൈഡ് ആകുന്നത്. നിങ്ങൾ ആലോചിക്കുക, എത്ര പേർക്ക് JRF കിട്ടാറുണ്ട്? കാരണം എന്താണെന്നറിയോ? പഠിക്കുന്ന കാലത്ത് ബാക്കിയാത്തിൽ 5 വക്തിലും സിയാറത്ത് ചെയ്യും. ശംസുൽ അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു തആല സുലൈഹി തങ്ങളുടെ മഖ്ബറയിൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദീൻ ഓതി, സുബൈക്ക് ശേഷവും ഇശാക്ക് ശേഷവും യാസീൻ ഓതി ദുആ ചെയ്യും. പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും സ്വലാത്ത് പതിവാക്കി ഉപ്പ പഠിപ്പിച്ചു. ഖുത്ബിയത്ത് അസ്മാഉൽ ബദർ ദർസ് തുടങ്ങി 38 കൊല്ലം കഴിഞ്ഞു. അന്ന് 22ാമത്തെ വയസ്സാണ് ഞാൻ ദർസ് തുടങ്ങുമ്പോൾ. ഇപ്പോൾ 38 കൊല്ലമായി, 60ാമത്തെ വയസ്സാണ്. അന്ന് 11 കുട്ടികളാണ് ദർസിലുള്ളത്. ഒരു വ്യാഴാഴ്ച നാട്ടിൽ പോയപ്പം 11 കുട്ടികൾക്കും രോഗം ബാധിച്ചു. നാട്ടുകാരെല്ലാവരും കൂടി അങ്ങാടിൽ പിരിവടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ആകെ തളർന്ന്, 22 വയസ്സല്ലേ ഉള്ളൂ. ഈ 11 കുട്ടികളും ഹോസ്പിറ്റലിൽ പോയി. അന്ന് തീരുമാനിച്ചാണ്, റബ്ബേ എൻ്റെ ദറസിൽ ഇങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടാവരുത്, എനിക്കൊന്നും താങ്ങാൻ കഴിയില്ല. റബ്ബേ നീ അല്ലാതെ വേറെ ആരുമില്ല, എല്ലാ മാസവും ഒരു കുത്ബിയത്തില്ല എന്നുള്ളത്. ഇന്ന് വരെ കുത്ബിയത്തല്ലാത്ത മാസം കഴിഞ്ഞിട്ടില്ല ദറസിൽ. വീടെടുത്തിട്ട് 22 കൊല്ലമായി. അന്ന് തീരുമാനിച്ചതാണ്. അതൊക്കെ കുറേ പറയാനുണ്ട്. അപ്പം നമുക്ക് അമ്പിയാക്കൾ ഔലിയാക്കളുടെ മഹബത്ത് അത് സ്ഥിരമായി ചെയ്യുന്നു. അല്ലാഹു തആല വലിയ ഇജാബത്ത് അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും. അതാണ് വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ തീരം ചെയ്യും ഞാൻ എന്നോവർ. അഥവാ കൗതുലതന്ത്രങ്ങളെ മുരീദുമാരെ കുറിച്ചാണ് ആ പറയുന്നത്. കൗതുലതന്ത്രങ്ങളെ പതിവാ ഖാദിരിയ റാത്തീബുകൾ, ഖാദിരിയ തരീഖത്ത്, അങ്ങനെ മുരീദുമാരായി അവർ വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ തീരം ചെയ്യും ഞാൻ എന്നോവർ. അതേ സ്ഥാനത്ത് വമയുനാദിസ്മി അല്പം ബി ഖൽവതിഹി എന്ന് പറയുന്നത്, അതൊന്നും പതിവായിട്ടില്ലാത്തവർ അവർ കുറച്ച് നന്നായി വിളിക്കേണ്ടി വരും. അവർ 1000 വട്ടം വിളിക്കേണ്ടി വരും. അവർ നന്നായി പാടുപെടേണ്ടി വരും. അപ്പം അത് ലോകത്തെല്ലാ ഇടങ്ങളിലുമുള്ള അവസ്ഥയാണ്. അർഹമുറാഹിമായ അല്ലാഹ് അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈ മക്ബറ വിപുലീകരിക്കണം, സൗകര്യപ്രദമാക്കണം. സിയാറത്തിന് ധാരാളം ആളുകൾ വരാൻ, അവിടെ ധാരാളം ഫാത്തിഹകൾ നടക്കണം, ധാരാളം യാസീന് നടക്കണം, അവിടെ കുറേ ദുആകൾ നടക്കണം. സദാ സമയത്തും ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന മക്ബറ,
അവിടുത്തെ ഇജാബത്ത് വല്ലാത്ത ഇജാബത്തായിരിക്കും. സുൽത്താൻ ഹിന്ദ് ഖാജ തങ്ങളുടേത്, അങ്ങനെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടേത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അടുത്ത കാലത്ത് വഫാത്തായവരല്ലേ. എത്രമാത്രം വികസനമാണ് ആ നാടിനും പരിസരങ്ങളിലും. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ്, കേരളത്തിൽ നിന്ന് മാത്രമാണോ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ എവിടെ നിന്നെല്ലാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഫാത്തിഹകൾ, ധാരാളം ഇഖ്ലാസ്, മുഅവ്വത്തീനി അത് ഓതി ദ്വാരക്കുമ്പോൾ അതിലൊക്കെ ഫലം നമുക്ക് കിട്ടും.